നമ്മുടെ വണ്ടിക്ക് ഒരു ചെറിയൊരു സൗണ്ടുണ്ട്. ചൂടില്ലേ സ്റ്റിയറിങ്ങിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ചൂടിൻ്റെ അവിടെ ചെറിയൊരു വിഷയമുണ്ട്. ചൂട് കുറവാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് നമുക്ക് സൗണ്ട് കേൾക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് ചൂട് ഒഴിച്ചിട്ട് നോക്കാം. മോനെടാ ചിലയിടം തിരിച്ച് സ്റ്റിയറിങ് തിരിച്ച് സൗണ്ട് കേട്ടോ. സൗണ്ട് അതാണ് കാര്യം. നോക്കട്ടെ കേട്ടോ. ഓക്കെ ആണ്. ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആൻഡ് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ചൂട് എന്ന് പറഞ്ഞ സാധനം. 6 ലിറ്ററാണ്. 170 രൂപ വിലയുണ്ട്. നോക്കാം. നമ്മളപ്പോൾ അത് അതിൻ്റെ മാക്സിമം ലെവലിനെത്തുമ്പോൾ ഓയിൽ ഒഴിച്ച് നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ നമുക്ക് പമ്പിലും കിട്ടും. മിക്ക പമ്പിലും ഈ സാധനമുണ്ട്. പിന്നെ 1/2 ലിറ്ററിൻ്റെ വില എന്ന് പറയുമ്പം 170 രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ. ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ആ സൗണ്ട് മാറുമോ എന്ന് നോക്കാം. നമുക്കിനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ ഓയിൽ ഫ്ലൂയിഡ് ഒഴിച്ചിട്ടുണ്ട്. മാക്സിമം മുകളൊക്കെ വരെ ഫ്ലൂയിഡ് ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇനി വന്ന് സ്റ്റിയറിങ് തിരിച്ചേ. സൗണ്ട് ഉണ്ടെന്ന് അറിയാൻ തിരിച്ചേ. ഫുള്ള് തിരിച്ചേ. തിരിയുന്നില്ലേ? ഇപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്തു. സ്റ്റിയറിങ് തിരിക്കുന്നുണ്ട്. ഇപ്പോൾ സൗണ്ടില്ല. കംപ്ലീറ്റ് സൗണ്ടും മാറി. അപ്പോൾ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ഫ്ലൂയിഡ് തീർന്നതിൻ്റെ കൊണ്ടാണ് ആ സൗണ്ട് നമുക്ക് കേട്ടത്. നമ്മളിങ്ങനെ നോക്കാതെ ഇങ്ങനെ ഓടിയിരുന്നെങ്കിൽ ഇതിൻ്റെ വലിയ പ്രശ്നമാകും. അതിൻ്റെ ആ പമ്പും കാര്യങ്ങളും എല്ലാം നാശമായി പോയേനെ. ഇത് നമ്മുടെ സാൻഡ്രോ സിങ് കാറിൻ്റെയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ നമ്മൾ സ്റ്റിയറിങ് തിരിക്കുവാണ്. ഒരു സൗണ്ടും നമ്മൾ കേൾക്കുന്നില്ല. ഫുള്ള് തിരിച്ചു. ഒരു സൗണ്ടും കേൾക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ആ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. ഫ്ലൂയിഡ് തീരെ ലെവൽ കുറഞ്ഞതായിരുന്നു കുഴപ്പം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ സ്റ്റിയറിങ് തിരിക്കുമ്പോൾ എന്തെങ്കിലും സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് നമ്മുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഫ്ലൂയിഡിൻ്റെ കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കണം, ചെക്ക് ചെയ്യണം. അത് കൃത്യമായിട്ട് ഒഴിച്ചാൽ മതി. സംഭവം റെഡിയായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബൈ.